Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിലേക്ക് നോക്കാൻ പറ്റിയ രണ്ട് സ്റ്റോക്കുകളും അതിൻ്റെ ചാർട്ടുകൾ നമുക്ക് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന പോലെ തന്നെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് അതിൻ്റെ രണ്ട് ചാർട്ടുകൾ നമുക്ക് അനലൈസ് ചെയ്യാം. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാറ്റിലും നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. എനിക്ക് തോന്നുന്നു മൺഡേയും ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും മിക്കവാറും. കഴിഞ്ഞ ദിവസം US മാർക്കറ്റൊക്കെ ഒരു 1% മുകളിൽ ഡൗൺ ആയിരുന്നു. പക്ഷെ നമുക്ക് നോക്കാം, കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. കാരണം നല്ല ടെക്നിക്കലി നോക്കുമ്പോൾ നല്ല രണ്ട് സ്റ്റോക്കുകൾ നല്ലൊരു ബൈയിങ് റേഞ്ചിനോട് അടുത്ത് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നിഫ്റ്റിയും സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകളും ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റി നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലൂ ലൈനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഒരു മേലോട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റേഞ്ചാണ് ഇപ്പോൾ ഒരു ഗ്രീൻ ലൈൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു ഈ റേഞ്ച് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു ഇമ്മീഡിയറ്റ് റിക്കവറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇങ്ങനെ വന്ന് ഈ റേഞ്ചിൽ നിന്ന് റീടെസ്റ്റ് ചെയ്ത് താഴത്തോട്ട് പോകുന്നുള്ളത്. ചിലപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ഒരു W പാറ്റേൺ പോലെ വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. മിക്കവാറും അത് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. കാരണം എന്നാലാണ് മാർക്കറ്റിൽ നെഗറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ ഒരു ക്ലോസിങ് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ നടക്കും. അതിനുശേഷം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് മേലോട്ട് തരികയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവ്മെന്റ് അപ്സൈഡിലോട്ട് നിഫ്റ്റി പോകാൻ സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ ദിവസം 108 പോയിന്റ് ഒരു ഫോൾ ആയിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഞാൻ കാണിച്ചാൽ അതിന് സപ്പോർട്ട് റേഞ്ചുകളൊക്കെ വളരെ നിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മോശമായിട്ടുള്ളൊരു സെറ്റപ്പാണ് അതിൽ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സപ്പോർട്ട് എടുത്ത റേഞ്ചാണ് 4 ഹവേഴ്സിൻ്റെ നമ്മൾ ചാർട്ട് എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ച് കാണുന്നത്. അപ്പോൾ മേജർ സപ്പോർട്ട് ഇതിന് താഴെ വരുന്നത് നമുക്കൊരു ഡെയിലി ചാർട്ട് എടുക്കാം. ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മേജർ സപ്പോർട്ട് വരുന്നത് ഒരു 17,500 റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിലോട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇവിടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കണ്ടില്ല ഈ റേഞ്ചിൽ നിന്ന് റിവേഴ്സലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ റിവേഴ്സലാവുമോ, മിക്കവാറും നാളെ ഇതിൻ്റെ താഴെ ആയിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവും. അവിടെ നിന്ന് പെട്ടെന്ന് റിക്കവറി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 17,500 ആ റേഞ്ചിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ നിഫ്റ്റിയിലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ ലൈനാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഒരു സ്മോൾ ക്യാപ്പിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ അരവിന്ദ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ഇപ്പോൾ വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറ്റിയ 2 സ്റ്റോക്കുകൾ. ആദ്യത്തെ സ്റ്റോക്ക് അതിൽ ഓട്ടോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. 517.90 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിന്റെ ഒരു വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം. സ്റ്റോക്കിന്റെ വീക്ക്ലി അടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ല നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് അടുത്ത് തന്നെ നല്ലൊരു വോളിയം ബിൽഡപ്പും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡെയിലി ചാർട്ട് എടുക്കാം. ഡെയിലി ചാർട്ടിൽ നമുക്ക് അതിന്റെ റേഞ്ചുകളൊക്കെ വരഞ്ഞു വെച്ചിട്ട് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റിയ റേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നൊരു എൻട്രി റേഞ്ച്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 530 മുകളിലാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് ഒരു എൻട്രി വരുന്നത്. ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നെങ്കിലും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നെങ്കിലും ആ റേഞ്ചിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ റിസൾട്ട് നല്ലതാണോ മോശമാണോ എന്ന് അറിയില്ല. കഴിഞ്ഞ ഓൾറെഡി റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ റിസൾട്ട് കൂടി നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം ചാർട്ട് പാറ്റേണും നല്ലതാണ്, കൂടെ തന്നെ റിസൾട്ട് കൂടി നല്ലതാവുമ്പോൾ ആ സ്റ്റോക്കിന് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സ്ക്രീനറിലൊക്കെ വെബ്സൈറ്റിലൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. ഈ അതിലോട്ടൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി നമ്മൾ പറഞ്ഞത് ഈ റേഞ്ചിന്റെ മുകളിലാണ്, അതായത് 530. ഞാൻ ഇതിന്റെ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിലേക്കൊന്ന് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ ഒരു സ്റ്റോക്കിന്റെ സപ്പോർട്ട്, അതുപോലെ സപ്പോർട്ടല്ല
ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റോക്ക് ഫ്ലയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 334 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് നമുക്ക് പോവാം. സ്റ്റോക്കിൻ്റെ ഒരു വീക്ക്ലി ചാർട്ടാണ്. സ്റ്റോക്ക് ഒരു IPO കഴിഞ്ഞതിന് ശേഷം, IPO എന്ന് പറഞ്ഞാൽ IPO ഏകദേശം 514 രൂപയിലായിരുന്നു. അതിന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ ഡൗൺ ആയി. ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60% ഡൗൺ മൂവ്മെന്റ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അതിന് ശേഷം സ്റ്റോക്ക് നല്ലൊരു ബോട്ടം ഔട്ടായിട്ട് നല്ലൊരു റിക്കവറി വരുന്നുണ്ട ഒരു സ്റ്റോക്കാണ്. വീക്ക്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ്. കാരണം ഒരുപാട് തവണ ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് താഴ്ത്തോട്ട് പോയതാണ്. നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയ സ്റ്റോക്കുകളിൽ എപ്പോഴാണെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് ഇതിലേക്ക് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം, ഈ ഫ്ലയർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറഞ്ഞ സ്റ്റോക്കുകൾ. അത് കൂടാണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റോക്കുകൾ നമ്മൾ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. കൂടാതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻട്രി ട്രിഗർ ആവണമെങ്കിൽ ഒരു 352 എബോവ് ആണ് നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വരിക. അപ്പോൾ ആ റേഞ്ചിലൂടെ എത്തുമ്പോൾ നിങ്ങൾക്കൊന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടാർഗറ്റിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നോക്കുന്ന 2 സ്റ്റോക്കുകൾ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. പുതിയതായിട്ട് ട്രേഡിങ്ങിലോട്ട് വരുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ടെക്നിക്കൽ അനാലിസിസും അങ്ങനെ അറിയാത്തവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഇതായിരിക്കും. ചില ആൾക്കാർക്ക് എൻട്രി എടുക്കാൻ മാത്രമായിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ സ്റ്റോക്കുകൾ പറഞ്ഞു കൊടുക്കുക. ചിലർക്ക് ട്രേഡിംഗ് അറിയാം, പക്ഷേ സ്റ്റോക്കുകൾ ഇങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. കൂടാണ്ട് നമ്മൾ ഈ സെബി അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.